ടിങ്കർ ചാംസിന്റെ ചേഞ്ച് മേക്കിംഗ് പരമ്പരയിലേക്ക് സ്വാഗതം. പരസ്പര താൽപര്യമുള്ള വിവിധ വിഷയങ്ങളിൽ ഇടയിൽ വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. ഈ ദൗത്യത്തിന്റെ ഭാഗമായി ടിങ്കറിംഗ്, പ്രശ്നപരിഹാരം, നവീകരണം, സംരംഭകത്വം, ചേഞ്ച് മേക്കിംഗ്, മറ്റ് വിഷയങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള നിരവധി മൈക്രോ ലേണിംഗ് മൊഡ്യൂളുകൾ ടിങ്കർ ചാംസ് പുറത്തിറക്കുന്നു. ഈ 10 ഭാഗങ്ങളുള്ള വീഡിയോ പരമ്പരയിൽ ചേഞ്ച് മേക്കിംഗിന്റെ അവശ്യകാര്യങ്ങളും നിങ്ങൾക്ക് എങ്ങനെ ഒരു ചേഞ്ച് മേക്കർ ആകാമെന്നും മനസ്സിലാക്കാൻ ടിങ്കർ ചാംസ് നിങ്ങളെ സഹായിക്കും. ഓരോ വീഡിയോയും ഏകദേശം 5 മുതൽ 10 മിനിറ്റ് വരെ ദൈർഘ്യമുള്ളതാണ്, കൂടാതെ നിങ്ങൾക്ക് ശ്രമിക്കാവുന്ന ഒരു ചേഞ്ച് മേക്കിംഗ് ആക്ടിവിറ്റിയും ഉൾപ്പെടുന്നു. കൂടുതൽ ആലോചനകളില്ലാതെ പഞ്ചാബിൽ നിന്നുള്ള 9th ക്ലാസ് വിദ്യാർത്ഥിയും പുതിയ മാറ്റത്തിന് വഴിയൊരുക്കുന്നയാളുമായ ദിവ്യം അനേജയുടെ എപ്പിസോഡ് 4 ആരംഭിക്കാം. നമസ്കാരം. ദ ഡീപ് ഡൈവിലേക്ക് സ്വാഗതം. ലോകത്തെ മാറ്റിമറിച്ച ഏതൊരു വലിയ ആശയത്തെക്കുറിച്ചോ ഒരു കണ്ടുപിടുത്തത്തെക്കുറിച്ചോ ഒന്ന് ചിന്തിച്ചു നോക്കൂ. അതിൻ്റെയെല്ലാം തുടക്കം എവിടെയായിരിക്കും? അത് മിക്കവാറും വലിയ സാങ്കേതിക വിദ്യയോ അല്ലെങ്കിൽ കോടിക്കണക്കിന് ഫണ്ടിങ്ങോ കൊണ്ടായിരിക്കില്ല. മറിച്ച് ഒരാളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു തരം അടങ്ങാത്ത ഊർജത്തിൽ നിന്നായിരിക്കും. നമ്മൾ അതിനെ പല പേരുകളിൽ വിളിക്കും. അഭിനിവേശം, അതായത് പാഷൻ, പിന്നെ ലക്ഷ്യം, പേർപ്പസ്, അതുപോലെ ചാലകശക്തി, ഡ്രൈവ്. ഈ 3 കാര്യങ്ങളാണ് ഏതൊരു മാറ്റത്തിന്റെയും യഥാർത്ഥ ഇന്ധനം. സ്നേഹർക്ക് ഭംഗിയായി പറഞ്ഞു. ഇതിലെ രസകരമായൊരു കാര്യമെന്തെന്നാൽ ഈ 3 വാക്കുകളും നമുക്ക് നന്നായി അറിയാമെങ്കിലും അവ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. അഭിനിവേശം എന്ന് പറയുന്നത് വെറുമൊരു ഹോബിയല്ല. ലക്ഷ്യം എന്നത് കുറച്ച് ജോലികൾ തീർക്കുന്നതുമല്ല. നിങ്ങൾ നൽകിയിട്ടുള്ള ഈ പഠനസഹായിയെ അടിസ്ഥാനമാക്കി ഈ 3 ശക്തികളെയും അവ എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും എങ്ങനെ നമുക്ക് വളർത്തിയെടുക്കാമെന്നും ഇന്ന് നമുക്ക് വിശദമായി ഒന്ന് സംസാരിക്കാം. തീർച്ചയായും. അപ്പം നമുക്ക് അഭിനിവേശത്ത് നിന്ന് തന്നെ തുടങ്ങാം. ഫോളോ യുവർ പാഷൻ എന്നൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണല്ലോ. പക്ഷേ എന്താണ് ഈ അഭിനിവേശം? ഈ പഠനസഹായിയിൽ പറയുന്ന ആ ഉദാഹരണം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സ്കൂൾ വിട്ടു വന്നിട്ടും ഒരു കോഡിംഗ് പ്രൊജക്റ്റിൽ മുഴുകിയിരിക്കുന്ന കുട്ടി, അല്ലെങ്കിൽ രാത്രി വൈകുവോളം ഒരു ഡിസൈൻ പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നാൾ, സമയം പോകുന്നതറിയാത്ത, മറ്റെല്ലാം മറന്നുപോകുന്ന ആ ഒരവസ്ഥ. അതല്ലേ ശരിക്കുള്ള അഭിനിവേശം? അതേ, അവിടെയാണ് നമ്മൾ താൽപ്പര്യവും അഭിനിവേശവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. എനിക്ക് റോബോട്ടിക്സ് ഇഷ്ടമാണ് എന്ന് പറയുന്നത് ഒരു താൽപ്പര്യം. അത് ചിലപ്പോഴൊരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ടോ ഒരു സിനിമ കണ്ടിട്ടോ തോന്നുന്നതാകാം. എന്നാൽ ഈ റോബോട്ടിനെ കൊണ്ട് എൻ്റെ വീട്ടിലെ ഒരു യഥാർത്ഥ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം, അതിനുവേണ്ടി പുതിയ കാര്യങ്ങൾ പഠിക്കണം, ചിലപ്പോൾ മാസങ്ങളോളം ശ്രമിക്കേണ്ടി വരും എന്ന ചിന്ത വരുമ്പോഴാണ് അത് അഭിനിവേശമായി മാറുന്നത്. താൽപ്പര്യം ഒരു വിരുന്നുകാരനെ പോലെയാണ്, വരും പോകും. അഭിനിവേശം നമ്മുടെ കൂടെ തന്നെ നിൽക്കും. കാരണം അത് വെറുമൊരു ഇഷ്ടത്തിനപ്പുറം ഒരു ആഴത്തിലുള്ള ബന്ധമാണ്. അപ്പോൾ ഒരു സംശയം. പലരും പറയാറുണ്ട്, എനിക്കെന്റെ പാഷൻ എന്താണെന്ന് അറിയില്ലാന്ന്. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം? വെറുതെ ഇരുന്ന് ആലോചിച്ചാൽ എന്റെ പാഷൻ ഇതാണ് എന്നൊരു വെളിപാടുണ്ടാകുമോ? മികച്ച ചോദ്യമാണ്. അവിടെയാണ് ഏറ്റവും വലിയ തെറ്റിദ്ധാരണ. അഭിനിവേശമെന്നത് കാത്തിരുന്ന് കണ്ടെത്തുന്ന ഒന്നല്ല, അത് പ്രവൃത്തിയിലൂടെ കണ്ടെത്തുന്ന ഒന്നാണ്. ഡൂയിങ് റിവീൽസ് പാഷൻ എന്ന് പറയാം. പല കാര്യങ്ങൾ പരീക്ഷിച്ചു നോക്കൂ. കോഡിംഗ്, പെയിന്റിംഗ്, സാമൂഹിക പ്രവർത്തനം, കൃഷി, എന്തുമാകാം. വെറുതെ വായിക്കുകയോ കാണുകയോ ചെയ്യാതെ കൈകൾ ഉപയോഗിച്ച് എന്തെങ്കിലും ഉണ്ടാക്കി നോക്കൂ, പരീക്ഷിക്കുക. ആ പ്രവൃത്തിയിൽ നിന്നാണ് ആ തീപ്പൊരി ഉണ്ടാകുന്നത്. ശരിയാണ്. നിങ്ങൾ നൽകിയ പഠനസഹായിയിലെ ആ ഉദാഹരണം തന്നെ നോക്കൂ. അഡൽട്ട് ടിങ്കറിംഗ് ലാബിലെ ആ ടീം. അവർ തുടങ്ങിയത് സെൻസറുകളിലുള്ള ഒരു കൗതുകത്തിൽ നിന്നാണ്. എന്നാൽ പല പ്രോജക്റ്റുകൾ ചെയ്ത് മുന്നോട്ടു പോയപ്പോഴാണ് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള സാങ്കേതിക വിദ്യകളിലാണ് തങ്ങളുടെ യഥാർത്ഥ അഭിനിവേശമെന്ന് അവർ തിരിച്ചറിയുന്നത്. അത് ആക്ഷനിലൂടെ വന്നൊരു കണ്ടെത്തലാണ്. ആ ആശയം വളരെ ശക്തമാണ്. നിങ്ങൾ ചിന്തിച്ചുകൊണ്ടല്ല, പ്രവർത്തിച്ചുകൊണ്ടാണ് അഭിനിവേശം കണ്ടെത്തുന്നത്. നിങ്ങൾ തന്ന ഈ പഠനസഹായിയിലെ യഥാർത്ഥ ജീവിതത്തിൽ നിന്നുള്ള ഉദാഹരണങ്ങൾ ഇതൊന്നുകൂടി ഉറപ്പിക്കുന്നുണ്ട്. 3D പ്രിന്റിംഗിൽ താൽപ്പര്യമുണ്ടായിരുന്ന ആ വിദ്യാർത്ഥികളുടെ കാര്യം തന്നെ എടുക്കാം. അതെ, അവർക്ക് 3D പ്രിന്റിംഗ് ഒരു രസകരമായ ടെക്നോളജിയായിരുന്നു, ഒരു താൽപ്പര്യം. പക്ഷേ എപ്പോഴാണത് അഭിനിവേശമായി മാറിയത്? വില കൂടിയ കൃത്രിമ കൈകൾ വാങ്ങാൻ കഴിയാത്ത ആളുകളുടെ ബുദ്ധിമുട്ട് നേരിൽ കണ്ടപ്പോൾ ആ നിമിഷം അവരുടെ ടെക്നിക്കൽ താൽപ്പര്യം ഒരു മാനുഷിക പ്രശ്നവുമായി ബന്ധിപ്പിക്കപ്പെട്ടു. അതോടെ അത് വെറുമൊരു പ്രൊജക്റ്റ് അല്ലാതായി, അതൊരു ദൗത്യമായി. മാസങ്ങളോളം അവർ അതിനുവേണ്ടി ഉറക്കമിളച്ചു. അതൊരു വലിയ മാറ്റമാണ്. പുസ്തകങ്ങളോടുള്ള ഇഷ്ടം ഒരു സാമൂഹിക ലൈബ്രറിയായി മാറിയ കുട്ടിയുടെ കഥയും അതുപോലെയാണ്.
പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടം എന്നതിലുപരി ആ ഇഷ്ടം മറ്റുള്ളവർക്ക് കൂടി പങ്കുവെക്കണമെന്ന് തോന്നിയപ്പോൾ, പ്രത്യേകിച്ച് പുസ്തകങ്ങൾ കിട്ടാത്ത ഗ്രാമീണ കുട്ടികൾക്ക്, അതൊരു വലിയ ശക്തിയായി മാറി. സ്വന്തം പുസ്തകങ്ങൾ ഒരു പെട്ടിയിലാക്കി തുടങ്ങിയ ആ ചെറിയ സംരംഭം ഒരു സമൂഹത്തെ മുഴുവൻ സ്വാധീനിക്കുന്ന ഒന്നായി വളർന്നു. കൃത്യമായി. ഇനി മൂന്നാമത്തെ ഉദാഹരണം നോക്കൂ. സ്മാർട്ട് ഇറിഗേഷൻ സിസ്റ്റം. ഇലക്ട്രോണിക്സിൽ അഭിനിവേശമുണ്ടായിരുന്ന കുറച്ച് വിദ്യാർത്ഥികൾ. അവർക്ക് വേണമെങ്കിൽ ഗെയിമുകൾ ഉണ്ടാക്കുകയോ മറ്റെന്തെങ്കിലും ചെയ്യുകയോ ആവാമായിരുന്നു. പക്ഷേ അവരവരുടെ അഭിനിവേശം ഉപയോഗിച്ചത് സ്വന്തം കർഷകരായ കുടുംബങ്ങളെ സഹായിക്കാനാണ്. വെള്ളം പാഴാകുന്നത് കണ്ടപ്പോൾ നമ്മുടെ ഈ അറിവ് വെച്ച് ഇതിനൊരു പരിഹാരം കാണാമല്ലോ എന്ന ചിന്തയിൽ നിന്നാണ് ആ പ്രോജക്റ്റ് ജനിക്കുന്നത്. ഇവിടെയെല്ലാം അഭിനിവേശം ഒരു യഥാർത്ഥ പ്രശ്നവുമായി ചേരുമ്പോഴാണ് അതിന് അർത്ഥമുണ്ടാകുന്നത്. ശരിയാണ്. ഈ അഭിനിവേശം എന്ന തീയുണ്ടല്ലോ, അത് ശരിയായ ദിശയിൽ കത്തിയില്ലെങ്കിൽ വെറുതെ കത്തിത്തീരുകയുള്ളൂ, അല്ലേ? അവിടെയല്ലേ ലക്ഷ്യം അഥവാ പേർപ്പസിന്റെ പ്രസക്തി? തീർച്ചയായും. അഭിനിവേശം എന്ത് ചെയ്യണമെന്നതിന്റെ ഊർജമാണെങ്കിൽ ലക്ഷ്യം എന്തിന് ചെയ്യണം എന്നതിന്റെ ഉത്തരമാണ്. ലക്ഷ്യമില്ലാത്ത അഭിനിവേശം ഒരു ദിശാബോധമില്ലാത്ത കൊടുങ്കാറ്റ് പോലെയാണ്. ഒരുപാട് ഊർജമുണ്ടാകും, പക്ഷെ അത് പലയിടത്തായി ചിതറിപ്പോകും, ഒന്നും പൂർത്തിയാവില്ല. ഇവിടെയും ഒരു ആശയക്കുഴപ്പം വരാം. സാധാരണ ലക്ഷ്യങ്ങളും, അതായത് ഗോൾസും ജീവിത ലക്ഷ്യവും പേർപ്പസും ഒന്നാണോ? ഈ വർഷത്തെ സയൻസ് ഫെയറിൽ എനിക്ക് 1ാം സമ്മാനം നേടണം എന്നതൊരു ലക്ഷ്യമല്ലേ? അതെ, നല്ലൊരു പോയിന്റാണ്. അതൊരു സാധാരണ ലക്ഷ്യമാണ്, ഒരു ഗോൾ. അത് പ്രധാനവുമാണ്. പക്ഷെ ജീവിത ലക്ഷ്യം, അതായത് പേർപ്പസ്, അതിനേക്കാൾ വലുതാണ്. സയൻസ് ഫെയറിൽ ജയിക്കണം എന്നത് ഒരു വോട്ടാണ്. എന്റെ ഗ്രാമത്തിലെ ശുദ്ധജല പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തണം. അതിന്റെ ഭാഗമായി ഞാൻ സയൻസ് ഫെയറിൽ ഒരു പ്രൊജക്റ്റ് അവതരിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ആ വോട്ടിന് പിന്നിൽ ഒരു വൈ വരുന്നു. ആ വൈ ആണ് ജീവിത ലക്ഷ്യം. സാധാരണ ലക്ഷ്യങ്ങൾ നമ്മളെ മുന്നോട്ട് നയിക്കും, പക്ഷെ ജീവിത ലക്ഷ്യം പരാജയങ്ങളിൽ നമ്മളെ താങ്ങി നിർത്തും. അതെങ്ങനെയാണ്? പരാജയം വരുമ്പോൾ രണ്ടും ഒരുപോലെയല്ലേ ബാധിക്കുക? അല്ല. പഠനസഹായിയിലെ ആ പുനരുപയോഗ ഊർജ്ജത്തെക്കുറിച്ച് പഠിച്ച വിദ്യാർത്ഥികളുടെ കാര്യമോർക്കൂ. അവരുടെ ലക്ഷ്യം സയൻസ് ഫെയറിൽ ജയിക്കുക എന്നത് മാത്രമായിരുന്നെങ്കിൽ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് പരാജയപ്പെടുമ്പോൾ അവരൊരുപക്ഷെ നിർത്തിപ്പോയേനെ. ഓ, ഇത് നടക്കുന്നില്ല, സമ്മാനം കിട്ടില്ല, വേറെ വല്ലതും നോക്കാം എന്ന് ചിന്തിച്ചേനെ. പക്ഷെ അവരുടെ ജീവിത ലക്ഷ്യം വൈദ്യുതിയില്ലാത്ത ഗ്രാമങ്ങളിൽ വെളിച്ചമെത്തിക്കുക എന്നതായിരുന്നു. ആ വലിയ ചിത്രം അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഓരോ പരാജയവും അവർക്ക് അവസാനമായിരുന്നില്ല, മറിച്ച് ആ വലിയ ലക്ഷ്യത്തിലേക്കുള്ള വഴിയിലെ ഒരു പടി മാത്രമായിരുന്നു. ഈ വഴി ശരിയല്ല, അടുത്ത വഴി നോക്കാം എന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് ആ ലക്ഷ്യബോധമാണ്. അതെ, കൃത്യം. ഓക്കെ, അപ്പോൾ നമുക്ക് തീപ്പൊരിയായ അഭിനിവേശമുണ്ട്, വഴികാട്ടാനായി ലക്ഷ്യവുമുണ്ട്. പക്ഷെ പലരുടെയും വണ്ടി വഴിയിൽ നിന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. തുടക്കത്തിൽ വലിയ ആവേശമായിരിക്കും, പക്ഷെ കുറച്ചു കഴിയുമ്പോൾ എല്ലാം തണുക്കും. അവിടെയാണ് മൂന്നാമത്തെ ഘടകം വരുന്നത്, അല്ലേ? ചാലകശക്തി അഥവാ ഡ്രൈവ്. അതെ, അതാണ് എഞ്ചിൻ. അഭിനിവേശവും ലക്ഷ്യവും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിങ്ങളെ എത്തിക്കും. പക്ഷെ ആ ദീർഘദൂരയാത്ര പൂർത്തിയാക്കാൻ സഹായിക്കുന്നത് ചാലകശക്തിയാണ്. തീവ്രതയേക്കാൾ സ്ഥിരതയാണ് പ്രധാനം. അതായത് കൺസിസ്റ്റൻസി ഓവർ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നതിന്റെ കാരണം ഇതാണ്. ഒരു ദിവസം 15 മണിക്കൂർ നിർത്താതെ ജോലി ചെയ്ത് പിന്നീട് മാസങ്ങളോളം ആ പ്രോജക്റ്റ് തുറന്നു നോക്കാത്ത ആളേക്കാൾ വിജയിക്കാൻ സാധ്യത എല്ലാ ദിവസവും കൃത്യമായി 1-2 മണിക്കൂർ അതിനായി മാറ്റിവെക്കുന്ന ആൾക്കാണ്. അത് ശരിയാണ്. ജിമ്മിൽ പോകുന്നത് പോലെ തന്നെ. പുതിയ വർഷത്തിൽ ജനുവരി 1-ന് എല്ലാവരും വലിയ ആവേശത്തോടെ തുടങ്ങും. പക്ഷേ ഫെബ്രുവരി ആകുമ്പോഴേക്കും പകുതി പേരെയും കാണില്ല. എല്ലാ ദിവസവും കുറച്ചു ചെയ്യുന്നവരാണ് അവസാനം ഫലം കാണുന്നത്. കൃത്യമായ ഉപമയാണത്. അതുപോലെ പരാജയങ്ങളോടുള്ള നമ്മുടെ മനോഭാവത്തെ നിർണയിക്കുന്നതും ഈ ചാലകശക്തിയാണ്. പരാജയം വരുമ്പോൾ എല്ലാം തീർന്നു എന്ന് ചിന്തിക്കുന്നതിന് പകരം, ഓക്കെ, ഇത് വർക്കായില്ല, ഇതിൽ നിന്ന് എന്ത് പഠിക്കാം, അടുത്ത തവണ എന്ത് മെച്ചപ്പെടുത്താം എന്ന് ചിന്തിക്കുന്ന ഒരു മനോഭാവം. അതിനെ ഒരു ഫീഡ്ബാക്ക് ലൂപ്പായി കാണാൻ കഴിയണം. ഒരു മാരത്തൺ ഓട്ടക്കാരനെ പോലെയാണത്. തുടക്കത്തിലെ സർവശക്തിയും എടുത്ത് ഓടിയാൽ അവർ ഫിനിഷിംഗ് ലൈൻ കാണില്ല. വേഗത നിയന്ത്രിച്ച് ഊർജം സംഭരിച്ച് സ്ഥിരതയോടെ മുന്നോട്ടു പോകുന്നവരാണ് വിജയിക്കുന്നത്. അപ്പോൾ ഈ മൂന്നും അഭിനിവേശം, ലക്ഷ്യം, ചാലകശക്തി ഒരുമിച്ച് ചേരുമ്പോഴാണ് യഥാർത്ഥ മാജിക് സംഭവിക്കുന്നത്. കാറിന്റെ ഉദാഹരണം വെച്ച് പറഞ്ഞാൽ അഭിനിവേശം ഇഗ്നിഷൻ, ലക്ഷ്യം ഗൂഗിൾ മാപ്പ്, ചാലകശക്തി എഞ്ചിൻ. ഇതിലൊന്നില്ലെങ്കിൽ യാത്ര പൂർത്തിയാവില്ല. അതെ,
ഇവയിലൊന്ന് നഷ്ടപ്പെട്ടാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. നിങ്ങൾക്ക് ഭയങ്കര അഭിനിവേശവും ചാലകശക്തിയുമുണ്ട്. പക്ഷേ ലക്ഷ്യമില്ലെങ്കിലോ? നിങ്ങൾ വളരെ വേഗത്തിൽ ഓടുന്നൊരു കാറിലായിരിക്കും, പക്ഷെ എങ്ങോട്ടാണ് പോകുന്നതെന്നൊരു പിടിയുമുണ്ടാകില്ല. ഊർജം മുഴുവൻ പാഴാകും. ഇനി ലക്ഷ്യവും ചാലകശക്തിയുമുണ്ട്, പക്ഷെ അഭിനിവേശമില്ലെങ്കിലോ? അതൊരു ഭാരമായി തോന്നും. ഇഷ്ടമില്ലാത്തൊരു ഗൃഹപാഠം ചെയ്യാൻ നിർബന്ധിക്കപ്പെടുന്നതുപോലെ. നിങ്ങളതൊരു പക്ഷേ പൂർത്തിയാക്കിയേക്കാം, പക്ഷെ അതിലൊരു സന്തോഷമോ സംതൃപ്തിയോ ഉണ്ടാകില്ല. അത് ദീർഘകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ശരിയാണ്. ഇനി ഇവ രണ്ടുമില്ലാതെ ചാലകശക്തി മാത്രമാണെങ്കിലോ? അത് അർത്ഥമില്ലാത്തൊരു പ്രയത്നമാണ്. എങ്ങോട്ടെന്നില്ലാതെ ഓടിക്കൊണ്ടേയിരിക്കും. ഇത് വ്യക്തമാക്കാൻ ലോകം ശ്രദ്ധിച്ച ആ 2 യുവ കണ്ടുപിടുത്തക്കാരുടെ കഥകളിലേക്ക് വരാം. ഗീതാഞ്ജലി റാവു, വെള്ളത്തിലെ ഈയത്തിന്റെ അംശം കണ്ടെത്താനുള്ള തെത്തിസ് എന്ന ഉപകരണം കണ്ടുപിടിച്ച കുട്ടി. അവരുടെ കഥയിൽ ഈ 3 ഘടകങ്ങളും എത്ര വ്യക്തമായാണ് പ്രവർത്തിക്കുന്നത്? വളരെ വ്യക്തമാണ്. അവരുടെ അഭിനിവേശം തുടങ്ങിയത് ശാസ്ത്രത്തിലുള്ള കൗതുകത്തിൽ നിന്നാണ്. പക്ഷേ അത് ആളിക്കത്തിയത് എപ്പോഴാണ്? അമേരിക്കയിലെ മിഷിഗണിൽ ഫ്ലിന്റ് എന്ന സ്ഥലത്തെ കുടിവെള്ളം ഈയം കലർന്ന മലിനമായ വാർത്ത കണ്ടപ്പോൾ. ആ വാർത്ത അവരെ വല്ലാതെ അലട്ടി. അവിടെയാണ് ആ അഭിനിവേശം ഒരു ലക്ഷ്യവുമായി കൂടിച്ചേർന്നു. എല്ലാവർക്കും സുരക്ഷിതമായ കുടിവെള്ളം ഉറപ്പാക്കണം എന്ന തീരുമാനം. പിന്നെയാണ് അവരുടെ ചാലകശക്തിയുടെ ഊഴം. തെത്തിസ് ഉണ്ടാക്കുന്നത് അത്ര എളുപ്പമായിരുന്നില്ല. ഒരുപാട് പ്രോട്ടോടൈപ്പുകൾ പരാജയപ്പെട്ടു. പക്ഷേ 11 വയസ്സുള്ളൊരു കുട്ടി എങ്ങനെയാണ് ആ പരാജയങ്ങളെ അതിജീവിച്ചത്? അവിടെയാണ് ലക്ഷ്യബോധം താങ്ങായി നിന്നത്. ഓരോ പരാജയവും ഫ്ലിന്റിലെ ആളുകളെ സഹായിക്കുക എന്ന വലിയ ലക്ഷ്യത്തിലേക്കുള്ള ചവിട്ടുപടിയായി അവർ കണ്ടു. മെന്റർമാരുടെ സഹായം തേടി, ഡിസൈൻ വീണ്ടും വീണ്ടും മെച്ചപ്പെടുത്തി, ആ സ്ഥിരോത്സാഹമാണ് അവരെ വിജയത്തിലേക്ക് നയിച്ചത്. ഇനി നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ബിനീഷ ഉമാശങ്കരന്റെ കാര്യമെടുക്കാം. സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇസ്തിരിവണ്ടി. അവരുടെ അഭിനിവേശത്തിന്റെ ഉറവിടമെന്തായിരുന്നു? കരി ഉപയോഗിച്ച് ഇസ്തിരിയിടുന്നവരുടെ ആരോഗ്യ പ്രശ്നങ്ങളും അവർ പുറന്തള്ളുന്ന പുകയുണ്ടാക്കുന്ന പരിസ്ഥിതി മലിനീകരണവും കണ്ടപ്പോൾ അവർക്കുണ്ടായ ഒരുതരം അസ്വസ്ഥത. ആ അസ്വസ്ഥതയിൽ നിന്നാണ് അവരുടെ ലക്ഷ്യം രൂപപ്പെട്ടത്. കരിക്ക് പകരം സൗരോർജ്ജം ഉപയോഗിക്കുന്ന, പരിസ്ഥിതിക്ക് ദോഷം ചെയ്യാത്ത ഒരു സംവിധാനമുണ്ടാക്കുക. 12ാം വയസ്സിലാണ് അവർ ഈ പ്രൊജക്റ്റ് തുടങ്ങുന്നത്. പഠനത്തോടൊപ്പം ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എത്ര വലിയ വെല്ലുവിളിയായിരിക്കും! അവിടെയാണ് അവരുടെ ചാലകശക്തി നമ്മൾ കാണുന്നത്. അതെ, പ്രോട്ടോടൈപ്പുകൾ ഉണ്ടാക്കുന്നു, പരാജയപ്പെടുന്നു, വീണ്ടും മെച്ചപ്പെടുത്തുന്നു. ആ നിരന്തരമായ പരിശ്രമമാണ് അവരെ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരാളാക്കി മാറ്റിയത്. ഈ 2 കഥകളും ഒരേ കാര്യം പറയുന്നു. അതെ, അഭിനിവേശം പലപ്പോഴും ഒരു പ്രശ്നത്തോടുള്ള വൈകാരികമായ അടുപ്പത്തിൽ നിന്ന് വരുന്നു. ലക്ഷ്യം ആ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താനുള്ള ആഗ്രഹത്തിൽ നിന്നും. ചാലകശക്തി ആ പരിഹാരം യാഥാർത്ഥ്യമാക്കാനുള്ള നിരന്തരമായ പരിശ്രമത്തിൽ നിന്നും. നമ്മൾ ഇതുവരെ സംസാരിച്ചത് ലോകത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനെക്കുറിച്ചാണ്. എന്നാൽ ഈ പ്രക്രിയയിൽ ആ വ്യക്തിക്ക്, ആ കണ്ടുപിടുത്തകന് എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നുണ്ടോ? തീർച്ചയായും. ഒരുപക്ഷേ ഏറ്റവും വലിയ മാറ്റം സംഭവിക്കുന്നത് അവർക്ക് തന്നെയാണ്. മാറ്റങ്ങൾ സൃഷ്ടിക്കാനുള്ള യാത്ര ഒരു കണ്ണാടി പോലെയാണ്. അത് നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കാൻ സഹായിക്കുന്നു. ഒരു യഥാർത്ഥ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ ക്ലാസ് റൂമിലിരുന്ന് പഠിക്കുന്നതിനേക്കാൾ വലിയ പാഠങ്ങൾ പഠിക്കും. നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ പരിമിതികൾ, സമ്മർദ്ദത്തിൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു, ഒരു ടീമായി എങ്ങനെ പ്രവർത്തിക്കുന്നു, ഇതെല്ലാം നിങ്ങൾക്ക് തന്നെ വ്യക്തമാകും. അപ്പോൾ നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യുന്നത് ലോകത്തെ മാറ്റാൻ മാത്രമല്ല, നമ്മളെ തന്നെ മാറ്റാനും കൂടിയാണ്. പരാജയങ്ങൾ നമ്മളെ വൈകാരികമായി എങ്ങനെ പരുവപ്പെടുത്തുന്നു എന്നതും പ്രധാനമാണ്. ഒരു തിരിച്ചടി എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, അതിൽ നിന്ന് എങ്ങനെ കരകയറുന്നു എന്നൊക്കെ വൈകാരികമായ പക്വത നൽകും, അല്ലേ? അതെ, ഒരു ഉദാഹരണം പറയാം. സ്കൂളിലെ മാലിന്യ നിർമ്മാർജ്ജനത്തിനൊരു പദ്ധതി തുടങ്ങിയ ഒരു വിദ്യാർത്ഥി ആ അനുഭവത്തിലൂടെ സുസ്ഥിരത എന്ന വിഷയത്തിൽ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു അഭിനിവേശം കണ്ടെത്തിയേക്കാം. അല്ലെങ്കിൽ കൂട്ടുകാരെ ഡിജിറ്റൽ കഴിവുകൾ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരാൾ തനിക്ക് വിദ്യാഭ്യാസത്തിലാണ് യഥാർത്ഥ താൽപ്പര്യമെന്ന് തിരിച്ചറിഞ്ഞേക്കാം. ഈ യാത്ര നമ്മൾ ആരാണെന്നും നമ്മുടെ ജീവിതം കൊണ്ട് എന്ത് ചെയ്യാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെന്നും ഉള്ള വലിയ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ സഹായിക്കും. അപ്പോൾ തീപ്പൊരിയായ അഭിനിവേശവും ദിശാസൂചിയായ ലക്ഷ്യവും എഞ്ചിനായ ചാലകശക്തിയും ചേരുമ്പോഴാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. ഇത് ഗീതാഞ്ജലിയെപ്പോലുള്ള വലിയ കണ്ടുപിടുത്തകർക്ക് മാത്രം ബാധകമായ ഒന്നല്ല. നമ്മുടെ എല്ലാം ജീവിതത്തിൽ
പ്രായോഗികമാക്കാവുന്ന ഒന്നാണ്. നിങ്ങൾ നൽകിയ ഈ പഠനസഹായിയുടെ അവസാനം ഒരു ചെറിയ പ്രവർത്തനം നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ ചുറ്റുമുള്ള, നിങ്ങളെ അലട്ടുന്ന ഒരു യഥാർത്ഥ പ്രശ്നം തിരഞ്ഞെടുത്ത് അതിനൊരു ചെറിയ പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കാൻ. ഇതിനെ ഒരു വെറും പ്രവർത്തനമായി കാണുന്നതിനു പകരം അതൊരു തുടക്കമായി കണ്ടാലോ? നമ്മളെ ഓരോരുത്തരെയും അലട്ടുന്ന ചില കാര്യങ്ങളുണ്ടാകും. ട്രാഫിക് ബ്ലോക്ക്, മാലിന്യ പ്രശ്നം, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ മറ്റെന്തെങ്കിലും. ആ പ്രശ്നത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ദേഷ്യമോ സങ്കടമോ തോന്നാറില്ലേ? ആ ഒരു ചോദ്യത്തോടെ നമുക്കിന്നത്തെ ഈ ആഴത്തിലുള്ള സംഭാഷണം അവസാനിപ്പിക്കാം. ഒരുപക്ഷേ നിങ്ങളെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ആ പ്രശ്നം പരിഹരിക്കപ്പെടേണ്ട ഒരു തടസ്സം മാത്രമല്ല, നിങ്ങളുടെ സ്വന്തം അഭിനിവേശവും ലക്ഷ്യവും കണ്ടെത്താൻ നിങ്ങളെ സഹായിക്കുന്ന, നിങ്ങളുടെ ജീവിതത്തിന് ദിശ നൽകാൻ കാത്തിരിക്കുന്ന ഒരു സൂചനയാണെങ്കിലോ?